ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 123 സെഷനാണല്ലോ ഇത്. 4-ാം സദനത്തെക്കുറിച്ചുള്ള 44-ാമത്തെ വിചിന്തനവും 4-ാം സദനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക സങ്കോചം ഉള്ളിലേക്ക് കടക്കുന്നു. ആമയും മുള്ളം പന്നിയൊക്കെ ഒതുങ്ങുന്ന പോലെ തമ്പുരാന്റെ പ്രത്യേക നേരിയ ചോളംവിളി എന്ന പോലെ സ്വരം ഉള്ളി കിട്ടിക്കഴിയുമ്പം പെട്ടെന്ന് അകത്തേക്ക് കയറാൻ സാധിക്കുന്ന ഒരു അനുഭവം. അത് അനുചിന്തന പ്രാർത്ഥനയുടെ ഒരു 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 തനത് ശൈലിയാണ് എന്ന് അമദ്രേസ്യ വിശദീകരിച്ചു വരികയായിരുന്നല്ലോ. അപ്പൊ എല്ലാ ജീവിതാവസ്ഥയിലുമുള്ളവർക്ക് ഇത് ഒരുപോലെ പ്രാവർത്തികമാക്കാൻ എളുപ്പമായിരിക്കില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി. അമദ്രേസ്യ ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ട് വ്യാപരിച്ച് നീങ്ങിയ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ആ അവസ്ഥയിൽ അമദ്രേസ്യക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് കയറാനുള്ള ഒരു പ്രോത്സാഹനം അമദ്രേസ്യയുടെ ജീവിതം കൊണ്ട് തരുന്നുണ്ട്. നമുക്ക് ഓർമ്മിക്കാം. തുടർന്ന് ആന്തരികമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് അവിടെ താല്പര്യത്തോടെ അവരെ ക്ഷണിക്കുന്നത്. അവരെന്ന് പറയുന്നത് ഒത്തിരി ബാഹ്യമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ ഇടവരുന്ന ജീവിതാവസ്ഥ, ജീവിത സാഹചര്യ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഉള്ളവര് അതിനകത്തൊക്കെ വ്യാപരിച്ച് ഏർപ്പെട്ടൊക്കെ പോകണം ഉത്തരവാദിത്തം അനുസരിച്ച്. പക്ഷേ ആന്തരികമായ യാഥാർത്ഥ്യങ്ങളായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഉള്ളിലേക്ക് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. ആന്തരികമായ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പറയുന്നത് മുഴുവനും, ഈ പുസ്തകം മുഴുവന്റെയും ചൈതന്യം അല്ലെങ്കിൽ ഏരിയ ആഭ്യന്തര കർമ്മ്യമാണെന്നുള്ള മറക്കരുത്. ഉള്ളിലേക്ക് നമ്മൾ കടക്കാനാണ് നോക്കുന്നത്, നമ്മുടെ ആത്മാവിന്റെ ഉള്ള അറകളിലേക്ക് കടക്കാനായിട്ട്. ഉള്ളിലേക്ക് പെട്ടെന്ന് കയറുക, പുറത്തേക്ക് ഇറങ്ങിപ്പോയ ചോളമ്പടി കൊണ്ടെന്ന പോലെ ദൈവം വിളിക്കുന്നത് അഗസ്റ്റിനസ് പറഞ്ഞത് ഉള്ളിൽ കണ്ടെത്തി ആമയും മുള്ളം പന്നിയും ഒതുങ്ങുന്ന പോലെ ഉള്ളിലേക്ക് കയറണം. അപ്പൊ ഇതെല്ലാം ഈ ഒരു തീം തന്നെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഒരുമിച്ച് ചേർത്ത് വെക്കണം. അപ്പൊ അത് വെച്ചാൽ മനസ്സിൽ പറയാം, ആന്തരികമായ യാഥാർത്ഥ്യങ്ങളിലേക്ക്. ആന്തരിക യാഥാർത്ഥ്യം എന്താണ്? എൻ്റെ ഉള്ളില് ഒരു മന്ദിരമുണ്ട്, അതിൽ നിറഞ്ഞു വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിനൊപ്പം തന്നെ പുത്രന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവിടുന്നിലാണ് എല്ലാ വിശുദ്ധരും മാലാഖമാരും ഉള്ളിൽ വസിക്കുന്നു. സ്വർഗം മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ആന്തരിക യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്ക് പറയാം, അവിടത്തേക്ക് സ്വാധീനം അനുവദിക്കുവാൻ നമുക്ക് ഉത്സാഹമുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് തരുന്നത് ഇത് മാത്രമായിരിക്കുക ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമ്മൾ എത്ര തിരക്കും ഉത്തരവാദിത്വം ഒക്കെയുള്ള ജീവിത സാഹചര്യം ഒക്കെ ആണെങ്കിൽ പോലും ഈശോയ്ക്കായിട്ട് നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഉള്ളത്തെ കൊടുക്കാനായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഉത്സാഹമുണ്ടെങ്കിൽ ഈ ഒരു അനുചിന്തന പ്രാർത്ഥനയുടെ ഇങ്ങനെ പെട്ടെന്നകത്തേക്ക് കയറി അവിടുത്തെ അനുഭവിക്കുന്ന കുറവ് മാത്രമല്ല, അതിനപ്പുറമുള്ളത് അവിടുന്ന് നമുക്ക് തരിക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലും ഉന്നതമായ പദവിയിലേക്കാണല്ലോ താൻ നമ്മെ ക്ഷണിക്കാൻ പോകുന്നത്. ഈ 4-ാം സദനത്തിൽ ഇരുത്തിയിട്ട് പോകാനല്ല, 5, 6, 7 അങ്ങനെ തമ്പുരാനുമായ സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് അവിടെ നമ്മളെ കൈപിടിച്ച് വിളിക്കുന്നത്, ക്ഷണിച്ച് കാത്തു നിൽക്കുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് വെച്ചുള്ള ഈ ഒരു കാര്യം തരാൻ അവിടത്തേക്ക് മടിയുണ്ടെന്നാണോ? അല്ല, ഒരു മടിയില്ല, അവിടെ തരിക തന്നെ ചെയ്യും എന്നാണ് മദ്രസ പറയുന്നത്. 4-ാമത്തെ ഖണ്ഡിക, തങ്ങളുടെ ആത്മാവിൽ ഇത് സംഭവിക്കുന്നെന്ന് ബോധ്യമാകുന്നവർ ദൈവത്തെ വളരെ സ്തുതിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഉള്ളിലേക്ക് കടന്ന് തമ്പുരാനോട് കൂടെ ബാഹ്യമാരോടൊക്കെ ഇങ്ങനെ കണ്ണടച്ച് മാറിയിട്ട് ഉള്ളിലെങ്ങനെ ഇരിക്കാനുള്ള ഒരു കൃപയിലേക്ക്, പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരുന്നവര് ദൈവത്തെ വളരെ സ്തുതിക്കേണ്ടതാണ്. സ്തുതിപ്പ് പ്രാർത്ഥനയുടെ കരുത്ത് നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിലും അല്ലാതെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. സ്തുതിപ്പിന്റെ പ്രാർത്ഥന, ഈ ആഭ്യന്തര കർമ്മീയ ആത്മീയത കൂടുന്നവര് ആരെങ്കിലും നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ ഓൺലൈൻ ധ്യാനം ദൈവശക്തി വ്യാപരിക്കുന്നു, അത് കൂടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ മൗണ്ടൻ അബോ റിട്രീറ്റ് സെന്ററിന്റെ ഹോം പേജിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുള്ള ധ്യാനം എടുക്കുക. അതിനകത്ത് 425ഓളം സെഷനുകൾ കിടപ്പുണ്ട്. അതിൻ്റെ പേരുകളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് സ്തുതിപ്പിനെ കുറിച്ച് പറയുന്ന സെഷനുകളുണ്ട്. സ്തുതിപ്പിന് മോഡൽ കൊടുത്തിട്ടുണ്ട്. ആ ഏതാനും സെഷൻ എടുത്തൊന്ന് കൂടുന്നത് നല്ലതാണ്. കാരണം ഇവിടെ മദ്രസ പറയാണ് ദൈവത്തെ വളരെ സ്തുതിക്കണം. അങ്ങനെ ഇവിടുന്ന് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട മാർക്ക് ഇവിടെ ഉപയോഗിക്കാറുണ്ട്, സ്തുതിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്തുതിപ്പിനെ കുറിച്ചുള്ള വ്യക്തത നമുക്ക് ആവശ്യമുണ്ട്. സ്തുതിപ്പ് നമുക്ക് ശീലമാക്കി എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് കാര്യം ഓർമ്മിക്കുക. അപ്പൊ വളരെ സ്തുതിക്കേണ്ടതാണ്. ആ ദാനത്തിന്റെ വൈശിഷ്ട്യം അറിയുക തന്നെ വേണം. അപ്പൊ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
ദൈവം നമുക്ക് നൽകുന്ന ദാനത്തിന്റെ വൈശിഷ്ട്യം നമ്മൾ തിരിച്ചറിയണം, അത് ആഘോഷിക്കണം, ആഴപ്പെടുത്തണം. അതിന്റെ പേരിൽ പ്രകാശിപ്പിക്കുന്ന കൃതജ്ഞത കൂടുതൽ മഹത്തായ ആനുകൂല്യങ്ങൾക്ക് വഴി തെളിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ആന്തരിക അനുഭവത്തിലേക്ക് കടന്ന് പ്രാർത്ഥനയിലെല്ലാം മറന്ന് കണ്ണടച്ച് ദൈവ സാന്നിധ്യം സാമീപ്യം അനുഭവിച്ചുകൊണ്ടിരിക്കാനും കൃപയിലേക്ക് വന്നവര് അത് അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കുമ്പോൾ അതിന്റെ പേരിൽ പ്രകാശിപ്പിക്കുന്ന കൃതജ്ഞത, നന്ദിയാണത്. അത് കൂടുതൽ മഹത്തായ ആനുകൂല്യങ്ങൾക്ക് വഴി തെളിക്കും. അങ്ങനെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ കയറേണ്ടത്. ആരംഭത്തിന്റെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആഭ്യന്തര കർമ്മത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതില് പ്രാർത്ഥനയാണ്. മുന്നോട്ട് കൊണ്ടുപോകുന്ന മാർഗവും പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയില്ലാതെ ഒന്നും നടക്കത്തില്ല. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ പല പല തലങ്ങൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ അനുചിന്തന പ്രാർത്ഥനയിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഒന്ന് ഈ സ്റ്റേജിൽ സ്തുതിപ്പിന്റെ കൃതജ്ഞത അർപ്പിച്ചുള്ള പ്രാർത്ഥനയുടെ അനുഭവം തന്നെയാണ്. അതുവഴി മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു കിട്ടുക. വഴി അങ്ങോട്ടാണ്? 4 സദനത്തിലൂടെ കടന്ന് 5ലേക്ക് 6ലേക്കുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടണം. അപ്പൊ സ്തുതിച്ച് തന്നെ കയറണം. അരമണിക്കൂർ ദിവസവും ഇരുന്ന് സ്തുതിക്കുന്ന ഒരു ശീലം നമ്മുടെ ഞാനിപ്പോൾ സൂചിപ്പിച്ച ഓൺലൈൻ ധ്യാനത്തിൽ കൂടെ നമ്മൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ ധ്യാനം കൂടുന്നവർ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കണം. അത് എടുത്തവർ നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചെടുക്കണം, തിരുത്തിയെടുക്കണം. അങ്ങനെ അതിലൂടെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ. നാം ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ദൈവം ആത്മാവിൽ നിർവഹിക്കുന്ന പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടുത്തെ ദിവ്യസ്വരം ശ്രവിക്കാൻ നമുക്ക് കഴിവുണ്ടാകുമെന്ന് ചില ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോകണ്ട, അവിടുത്തെ പ്രവർത്തനത്തില് ദൈവം ആത്മാവ് ചെയ്യുന്ന ഈ അനുമതി ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതാണ് മുന്നോട്ട് കൂടുതൽ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രമിച്ച്, നേരിയ ചോളംപള്ളി എന്ന് പറഞ്ഞില്ല, അങ്ങനെയുള്ള ദൈവത്തിന്റെ ഈ ക്ഷണിക്കലുകള്, കാത്തിരിപ്പുകള്, സുപ്രേരണകള് തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ധ്യാന നിർലീനത എന്ന അനുഗ്രഹം അവിടുന്ന് നമുക്ക് നൽകുവാൻ ആരംഭിക്കുന്നത് വരെ ചിന്തയ്ക്ക് വിരാമമിടുവാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിന്തയ്ക്ക് വിരാമമിടുക നമ്മൾ ബലം പിടിച്ച് ചെയ്യേണ്ട കാര്യം അല്ലെന്ന് അമൃതർശ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓർമ്മിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ബുദ്ധി തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു മണിപ്രാവിനെ പോലെ ശാന്തമായിട്ട് ആയിരിക്കും. ബുദ്ധിയിലെ ബോധ്യങ്ങള് സ്റ്റഡിയാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങള്, നമ്മുടെ വില്ല്, മനസ്സ് എന്ന് പറയുന്ന വില്ല്, നിശ്ചയം, അത് ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ പ്രാർത്ഥനയായിരിക്കാൻ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഇങ്ങനെ അനങ്ങാതെ മണിപ്പറാവിനെ പോലെ ഇരിക്കുമ്പോൾ ചിന്തകള്, ഭാവന ഇങ്ങനെ പിരിപിര അതിലെതിരെയും പറന്നെടുക്കും. പ്രാണികളെ പോലെ, കൊതുകിനെ പോലെ, ചില കൊച്ചു പക്ഷികളെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നെടുക്കും. അതിന്റെ പുറകെ പോകണ്ട, അതിനെ അവഗണിച്ചേരെ. ആകാശഗോളങ്ങളുടെ പ്രയാണത്തെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ ഭാവനയുടെ ചാട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നീ ഒട്ടും ഭാരപ്പെടണ്ട, ചുമ്മാ അവഗണിച്ചാൽ മതി. അതിന്റെ പുറകെ അല്ല നീ പോയിരിക്കുന്നത്. അതിന്റെ ഭാവന ഇങ്ങനെ ചാടുന്നേ ഉള്ളൂ. നീ ഇരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. നിന്റെ ബുദ്ധി, ബോധ്യം, ദൈവത്തെക്കുറിച്ച് വ്യക്തത, അറിവ്, അത് വെച്ചുകൊണ്ട് നിന്റെ തീരുമാനം തമ്മിൽ കൂടെ ഇരിക്കാനാണ്. അവിടെയാണ് നീ ഇരിക്കുന്നത്. മറ്റത് കണ്ട് നീ അവിടെയെന്ന് ഓർത്ത് നീ ഭാരപ്പെടരുത്, കലങ്ങരുത് എന്ന മനസ്സിൽ പറയുന്ന നേരത്തെ കണ്ടതോടെ ഓർമ്മിക്കണം. അതുകൊണ്ട് ചിന്തയെ ഇങ്ങനെ ഈ ഭാവന ചിന്തകളെ നിയന്ത്രിക്കാനുള്ള വ്യഗ്രതയിലേക്ക് പോകണ്ട, അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ദൈവം കനിഞ്ഞ് നമുക്ക് ധ്യാന നിർലീനത, അബ്സോർപ്ഷൻ തരികയാണെങ്കിൽ അപ്പോൾ ഈ ചിന്തകളെല്ലാം കെട്ടടങ്ങി ശാന്തമായിട്ട് നമ്മുടെ പാദങ്ങൾ വന്നിരിക്കും. ഭാവന അവിടെ ഒതുങ്ങിയിരിക്കും. അത് തമ്പുരാൻ തരാതെ നടക്കുകയാണ്. നമ്മുടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കൃപ കിട്ടുന്നവരെ ചിന്തയ്ക്ക് വിരാമമിടുവാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ചിന്തിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് പറയുന്ന ആശയത്തെ അമദ്രേസ് ചിലപ്പോൾ തിരുത്തി പറയുകയാണ്. ചിന്തയ്ക്ക് വിരാമമിടാനായിട്ട് ബലം പിടിക്കാൻ പോകണ്ട, പാപനെ നിയന്ത്രിക്കാൻ പോകണ്ട. അങ്ങനെ പോയാൽ ലാഭത്തേക്കാൾ നഷ്ടമല്ലയോ അതിൻ്റെ ഫലം? നമുക്ക് ലാഭം ഉണ്ടാകുന്നതിനേക്കാൾ നഷ്ടം മാത്രമേ വരികയുള്ളൂ. കാരണം വ്യഗ്രതപ്പെട്ടു പോകും. ഒരുപക്ഷെ ഈശോ പറയുന്ന കള, ഗോതമ്പ് വയലിൽ നല്ല വിത്ത് വിതച്ചു, നല്ല ഗോതമ്പ് വളർന്നു വന്നു, ഇടയ്ക്ക് കളകൾ കാണപ്പെടുന്നു. കൃഷിക്കാരത് കണ്ട്, ജോലിക്കാരത് കണ്ട് അസ്വസ്ഥപ്പെട്ട് പോകുന്ന യജമാന് പറയാണ്, നിങ്ങളെ കളയെല്ലാം പറിച്ച് കളയട്ടെ. അപ്പൊ യജമാന് പറയുന്ന മറുപടി നമുക്കറിയാം, നിങ്ങൾ കള പറിക്കാനായിട്ട് പോകേണ്ട, ഗോതമ്പിനെ ശ്രദ്ധിച്ച്. നമ്മൾ ഗോതമ്പാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്, ഗോതമ്പാണ് വിതച്ചിരിക്കുന്നത്, വളർന്നു വരുന്നുണ്ട്, അതിനെ ശ്രദ്ധിക്കുക.
കള അവിടുന്ന് ഇരുന്ന് പൊങ്ങി വരുന്ന സ്ഥാനത്ത് അത് തിന്മ ശത്രുവാണ് വിതച്ചത്. അത് പറിക്കാൻ പോയാൽ നിങ്ങളുടെ സത്ത് ഗോതമ്പിന് കൊടുക്കേണ്ട പരിചരണം കൊടുക്കാതെ വരും. മാത്രമല്ല കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ ചുവടളി പോയെന്ന് വരും. അതുകൊണ്ട് അത് ചെയ്യണ്ട, കളയുമ്പോൾ നിൽക്കട്ടെ, അത് വളരട്ടെ. പക്ഷെ ഗോതമ്പിനെ ശ്രദ്ധിക്കും. കൊയ്ത്ത് സമയമായി കഴിയുമ്പം ഈ കള വേറെ പറിച്ച് ചുട്ട് കളയാം. അപ്പോഴേക്ക് ഈ ഗോതമ്പുള്ളത് നമുക്ക് നഷ്ടപ്പെടാൻ വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും എന്ന് പറയുന്ന ആ ഉപദേശം മത്തായി 13 നമ്മൾ കാണുന്നുണ്ട്, കളകളുടെ ഉപമയിലും. അതുപോലെ അതിനോട് ചേർന്ന് വരുന്നൊരു ഉപദേശം ഇവിടെ അമദ്രസ അറിയുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഈ ഭാവനയും മറ്റു കാര്യങ്ങളും മനസ്സിന്റെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അതിന്റെ പുറകെ നമ്മൾ പോകണ്ട. അത് പോകുന്നു ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ തമ്മിലാണ് നമുക്ക് തന്നെ ഇരിക്കുന്നത്. ഭാവന പോകുമ്പോൾ നമ്മുടെ ചിന്ത അങ്ങോട്ട് പോകുന്നില്ലേ തോന്നും. ചിന്ത അങ്ങോട്ട്, ആ ഓർമ്മ ഈ ഓർമ്മയൊക്കെ വന്നു. അത് അറിയുന്ന ക്ഷണം നമ്മൾ ഒരു അസ്വസ്ഥയും കൂടാതെ ഈശോയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട്, ഈശോയെ ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്, ഞാൻ അങ്ങയുടെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു ചിന്തയിൽ മുന്നോട്ട് നീങ്ങിയാൽ മതി. അസ്വസ്ഥതയും കലക്കമൊന്നും വേണ്ട. ഈ ഭാവന വന്നതിനെ കുറിച്ച് ഇപ്പം കളകളെ ശ്രദ്ധിക്കാതെ ഗോതമ്പിനെ ശ്രദ്ധിക്കുക, നല്ല ഗോതമ്പിനെ. കളയവിടെ ഉണ്ട്, ശ്രദ്ധിക്കാത്തത് കൊണ്ട് കളയവിടെ ഇല്ലെന്നാകുന്നില്ല, കളയവിടെ ഉണ്ട്, നമ്മളത് കാണുന്നുമുണ്ട്. ഓരോ പ്രാവശ്യം ഗോതമ്പിന്റെ പക്കലേക്ക് വരുമ്പോൾ കള നിൽക്കുന്നത് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അസ്വസ്ഥപ്പെടുന്നില്ല. ഓക്കെ, അവനവിടെ ഉണ്ട്, ആയിക്കോട്ടെ, അവനെ പിന്നെ ശരിയാക്കിക്കോളാം, അത്രേ ഉള്ളൂ. അല്ല ഈശോ ഈ കളയെല്ലാം കയറിയല്ലോ, അങ്ങനെ ഒരു ഈശോ വെക്കലില്ല. മറിച്ച് ഗോതമ്പിനെ നോക്കുന്നത്, കളകളെ കാണുന്നുണ്ട്. നോക്കുന്ന വ്യത്യാസമുണ്ട്. നോട്ടം നമ്മുടെ സത്ത സൂചിപ്പിക്കുന്നതാണ്. കാണുക എന്ന് പറയുന്നത് കണ്ണുള്ളതെല്ലാം കാണും. ഇപ്പം കളകൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ സത്ത ഗോതമ്പിലാണ് എന്ന് പറഞ്ഞതുപോലെ ഭാവന എടുത്തിയാടുന്ന അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ അതിന് പറയല്ല, നമ്മുടെ സത്ത ഉള്ളിലുള്ള തമ്പുരാനിലേക്ക് തന്നെയാണ് കൊടുക്കുക. അല്ലെങ്കിൽ അത് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടമാണ്. കള പറിച്ച് കളഞ്ഞിട്ടുണ്ടാക്കാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് നല്ല ഗോതമ്പിന്റെ ചുവടിളകി വേര് മറിഞ്ഞു പോയിട്ട് ഗോതമ്പ് ഫലമില്ലാതെ പോകുന്ന നഷ്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്നാണ് അവിടെ സൂചന. ചില സ്വാത്വികന്മാരുടെ ഇടയിൽ ഒട്ടധികം വിവാദത്തിന് വിഷയമായിട്ടുള്ള ഒരു സംഗതിയാണിത്. എനിക്ക് എളിമയുടെ കുറവുണ്ടെന്ന് സമ്മതിക്കാമെങ്കിലും അവരുടെ വാദം സമ്മതിച്ചു കൊടുക്കാൻ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. എന്നുവെച്ചാൽ ഈ ചിന്തയുടെ പുറകെ പോകുന്നത്, ചിന്തയെ നിയന്ത്രിച്ചെങ്കിലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു പ്രയത്നം ഈ ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയിൽ വേണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ മദ്രസയെ പറയുകയാണ്, എനിക്കത് ഒട്ടും ബോധ്യമാകുന്നില്ല. എൻ്റെ എളിമയില്ലായ്മ ആയിരിക്കും എങ്കിൽ പോലും അത് ചിന്തയുടെ പുറകെ അല്ലെങ്കിൽ കളകൾ പറിക്കാൻ പോകുന്ന ആവശ്യമില്ല എന്ന് മൊത്തത്തിൽ പറയുകയാണ്. പുണ്യാത്മാവായ ഫാദർ പീറ്റർ അൽക്കാന്ത്രയുടെ ഒരു പുസ്തകം ആധാരമായി അവരിൽ ഒരാൾ എന്നെ കാണിച്ചു. അപ്പൊ അവരുടെ വാദത്തിനെ അടിസ്ഥാനമാക്കി തെളിവ് എന്ന രീതിയിൽ ഈ പീറ്റർ അൽക്കാന്ത്ര എഴുതിയ ഒരു പുസ്തകം കാണിച്ചു എന്ന് പറയുകയാണ്. ആ പുസ്തകത്തിന്റെ പേരിവിടെ കൊടുത്തിട്ട് ട്രീറ്റീസ് ഓൺ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ, 7ാമത്തെ ഉപദേശം. അദ്ദേഹം ഒരു പുണ്യവാനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് കാര്യം അറിയാമെന്ന് എനിക്ക് നിശ്ചയമുള്ളതിനാൽ അദ്ദേഹം പറയുന്ന സമ്മതിക്ക് ഞാൻ സന്നദ്ധയുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ പുസ്തകം വായിച്ചു നോക്കി. ഇപ്പോൾ ഒരാൾ എൻ്റെ മക്കൾ വന്നിട്ട് അവസ്ഥ പറയുകയാണ്, ഈ വിശുദ്ധാത്മാവ് എഴുതിയ ഈ പറഞ്ഞ ട്രീറ്റീസ് ഓൺ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ അതേക്കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ഈ ചിന്തകളെ നിയന്ത്രിക്കുകയാണ് വേണ്ടെന്ന് വാദിച്ചു. പക്ഷെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ ഒരുമിച്ച് ഈ പുസ്തകം വായിച്ചു നോക്കി. അതിലെ ആശയം സാരാംശത്തിൽ എൻ്റെ അഭിപ്രായം തന്നെ എന്ന് വെളിപ്പെടുകയും ചെയ്തു. ശരിക്ക് സത്തയോടെ ഒരുമിച്ച് വായിച്ച് അതേപ്പറ്റി ചർച്ച ചെയ്തപ്പം മനസ്സിലായ കാര്യം, ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആഴപ്പെടേണ്ടതെന്നുള്ള ആശയമല്ല ഈ പീറ്റർ അൽക്കാന്ത്ര പറയുന്നത്, മറിച്ച് അമദ്രസ്യ പറയുന്നതായ ആശയം തന്നെയാണ്. അതായത് ചിന്തയും ഭാവനയും അവഗണിച്ചാൽ മതി എന്ന് പറയുന്ന ആശയം തന്നെയാണ് ഈ പീറ്റർ അൽക്കാന്ത്ര പറഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു നമുക്ക് പറയുകയാണ്. മറ്റു വാക്കുകളിൽ അദ്ദേഹം പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് സ്നേഹം പ്രബുദ്ധമായിരിക്കണമെന്നാണ്. സ്നേഹം പ്രബുദ്ധമായിരിക്കണം. എനിക്ക് തെറ്റിപ്പോയെന്ന് വരാം, എന്നാൽ എൻ്റെ അഭിപ്രായത്തിൻ്റെ ആധാരം താഴെ പറയുന്ന ന്യായങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ്യ ഏതാനും ന്യായങ്ങൾ തുടർന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹം പ്രബുദ്ധമായിരിക്കണമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന ഉപദേശം എന്ന അർത്ഥത്തിൽ പറയുകയാണ്. നമുക്കതേക്കുറിച്ച് അടുത്ത സെഷനിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ
നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.